നമസ്തേ. തുലാക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. വൃശ്ചിക മാസത്തെ ഫലം 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത്. ഈ വൃശ്ചിക മാസത്തെ 1-ാം തീയതിയുള്ള ഗ്രഹനില നമുക്കൊന്ന് നോക്കാം. രവിയും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും, സർപ്പം കുംഭം രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം ചിങ്ങൻ രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, ശുക്രൻ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം കർക്കിടകം രാശിയിലാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. 4 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ഈ തുലാമാസം. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവയാണ് ഈ ഗ്രഹങ്ങൾ. ഇതിൽ ബുധൻ 2 തവണ മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ഈ മറ്റ് രാശികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് രാശികളുടെയൊക്കെ ഫലങ്ങൾ എൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ മറ്റതൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ എൻ്റെ വീഡിയോകൾ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. ലഭിക്കണം എന്നുള്ളവർ. ഇത് ഒരു മാസത്തെ ഫലമാണ്. ഇതിനേക്കാൾ കുറെ കൂടെ സൂക്ഷ്മമായ ഫലമാണ് ഒരു ദിവസത്തെ ഫലം എന്ന് പറയുന്നത്. അതിനേക്കാൾ സൂക്ഷ്മമാണ് ഒരു മണിക്കൂർ ഫലം. അപ്പോൾ ഈ ഒരു ദിവസം, എല്ലാ ദിവസത്തെ ഫലവും ഞാൻ ഇടുന്നുണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസത്തെയും ഗുണവും ദോഷവും, എല്ലാ രാശിക്കാരുടെ ഗുണവും ദോഷവും പറയുന്നുണ്ട്. അത് കാണുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഇവരുടെ വൃശ്ചിക മാസത്തെ ഫലം തുലാക്കൂറുകാരുടെ നോക്കാം. തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് തൊഴിൽ മേഖലയാണ് നോക്കുന്നത്. പല ദീർഘകാല പദ്ധതികൾക്കും അതോടൊപ്പം കുടുംബവുമായി ബന്ധപ്പെട്ട് ചേർന്ന തൊഴിലുകൾക്കും ഒക്കെ കുറച്ച് പുരോഗതിയും അനുകൂലമായ അവസ്ഥകളുമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് കൂട്ടുചേർന്ന് ചില ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ സ്ഥിതിയാണ് ഇവർക്ക് ഉള്ളത്. ഈ വൃശ്ചിക മാസത്തിലുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. അതേപോലെ വ്യാഴത്തിൻ്റെ മാറ്റമുണ്ട്. അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് ഡിസംബർ 5-ാം തീയതി. അപ്പോൾ കുറച്ചുകൂടെ ആശയവിനിമയ കാര്യങ്ങളിൽ മേന്മയുണ്ടാകാനുള്ളൊരു സാധ്യത തുലാക്കൂറുകാർക്കുണ്ട്. പുതിയ കരാറുകളും പുതിയ അവസരങ്ങളൊക്കെ ഈ വൃശ്ചിക മാസത്തിൽ തുലാക്കൂറുകാർക്ക് ഉണ്ടാകും. അതേപോലെ ചൊവ്വ വൃശ്ചികം രാശിയിലാണ്. അത് ധനുവിലേക്ക് മാറുന്നുണ്ട്. ആ മാറ്റം നല്ല ഊർജവും ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ തൊഴിൽ രംഗത്ത് നൽകും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം പുതിയ തൊഴിലവസരങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ തൊഴിൽ രംഗത്ത് പൂർവ്വമായ നല്ല ശക്തിയോടുകൂടിയ നല്ല വിജയം ഉണ്ടാക്കാനും ഇവർക്ക് ഈ സമയത്ത് കഴിയും. അതേപോലെ ബുധൻ്റെ പരിവർത്തനങ്ങൾ ആശയവിനിമയത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിലെ അശ്രദ്ധ ചില നഷ്ടങ്ങളെ ഉണ്ടാക്കുന്നതിനായിട്ട് തുലാക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം അനുകൂലം ആയിരിക്കും. ഇനി ധനപരമായ കാര്യങ്ങൾ. വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള പ്രവേശനം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കും. കുറച്ച് ഭാഗ്യമൊക്കെ കൂടുതലുണ്ടാകും. ചില അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ
സാമ്പത്തിക കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും ഇവർക്ക് ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. നല്ല വളർച്ച സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ട് കഴിയും. അതുപോലെ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ചില ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ മേന്മയുണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ അനാവശ്യമായും ആഡംബര കാര്യങ്ങൾക്കുമായിട്ട് ചിലവ് ഉണ്ടാകുന്നത് ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. എന്നാൽ ബുധൻ്റെ തുലാം വൃശ്ചികം രാശിയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട്. ആ മാറ്റം സാമ്പത്തിക ഇടപാടുകളിൽ ചില നഷ്ടങ്ങൾ സൃഷ്ടിക്കും. ഈ മാസം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ആരെങ്കിലുമൊക്കെ ധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ടാവും. അതുമാത്രമല്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആ തടസ്സത്തെ മറികടക്കുവാനും തുലാക്കൂറുകാർക്ക് കഴിയും. ഇനി ആരോഗ്യപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. വ്യാഴത്തിന് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ള ആരോഗ്യകരമായ പ്രശ്നം അലർജി സംബന്ധമായ അസുഖങ്ങളും മാനസികമായ അസ്വസ്ഥതകളും ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തുലാക്കൂറുകാർ. അതേപോലെ ആരോഗ്യ കാര്യത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അത്ര അനുകൂലമല്ല. മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്ത് ചെയ്യണം എന്ന് ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയവുമായിരിക്കും. അപ്പോൾ മാനസികമായ നിലയ്ക്ക് ശക്തി പോരെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പോയി. ഇപ്പോൾ മാനസികമായ കാര്യങ്ങൾ, തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ, ഇതെല്ലാം ആരോഗ്യ മേഖലയിൽപ്പെടുന്നതാണ്. ആരോഗ്യം പൂർണ്ണമാണെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അനുകൂലമായിരിക്കും. അപ്പോൾ അങ്ങനെ മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ മാനസികാരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അതേപോലെ പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയല്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധ ആരോഗ്യകാര്യത്തിൽ കൊടുക്കേണ്ട ഒരു മാസം കൂടെയാണ്. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല, എന്നാൽ വലിയ ദോഷം ചെയ്യാനുള്ള സാധ്യതയും ഇല്ല. ഇനി ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ബന്ധങ്ങളിൽ ചില സംഘർഷങ്ങൾ വരാനിടയുണ്ട്. ജീവിതത്തിൽ പ്രണയം ആണെങ്കിൽ അതിൽ ഒരു അകൽച്ചയോ ഒക്കെ വരാം. കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിലും ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ മാറി നിൽക്കലുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയം തന്നെയാണ്. അതേപോലെ വ്യാഴത്തിൻ്റെ മാറ്റം അത് ഡിസംബർ 5-ാം തീയതിയാണ്. ആ വ്യാഴത്തിൻ്റെ മാറ്റം ഉള്ളത് കൊണ്ട് അകന്നു നിൽക്കലുകളൊക്കെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ മാറിപ്പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യക്തിപരമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആശയവിനിമയങ്ങളിലെ അല്ലെങ്കിൽ വാക്കുകളിലെ തകരാറുകൾ മൂലം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉടലെടുക്കുന്ന ഒരു മാസമായിരിക്കും വൃശ്ചിക മാസം. അതുകൊണ്ട് ദാമ്പത്യ കാര്യത്തിലും പ്രണയ കാര്യത്തിലും വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മാസമാണ് വൃശ്ചിക മാസം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പഠനത്തിനും ആശയവിനിമയത്തിനൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയിക്കാനുള്ളൊരു സാധ്യതയെ നൽകും. പക്ഷെ ബുധൻ്റെ മാറ്റങ്ങൾ, 2 പ്രാവശ്യത്തെ മാറ്റം, ആ മാറ്റം ചില ബുദ്ധിമുട്ടുകൾ, ചില തടസ്സങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അധ്വാനത്തിനനുസരിച്ചുള്ള മുന്നേറ്റം കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷെ വിജയത്തിലെത്തില്ല എന്നല്ല, പ്രതീക്ഷിക്കുന്ന അത്ര വിജയം വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. അതുകൊണ്ട് നന്നായി കഠിനമായി അധ്വാനിക്കുക. പ്രതീക്ഷിക്കുന്ന അത്ര മുന്നേറ്റം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന അനുസരിച്ച് ഫലം കിട്ടില്ല എന്ന്.
അപ്പോൾ അധ്വാനിക്കുന്നതനുസരിച്ചുള്ള ഫലം കിട്ടില്ല എങ്കിൽ എന്താ ചെയ്യുക? അധ്വാനത്തെ കൂടുതലാക്കണം. അപ്പോൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അധ്വാനം കുറച്ച് കൂടുതൽ ആവശ്യമുള്ള സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇനി മക്കൾ, സഹോദര സ്ഥാനീയരൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. ബുധൻ്റെ മാറ്റം വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കണം. സഹോദരങ്ങളുമായുള്ള ആശയവിനിമയം പൊതുവെ അനുകൂലമാണ്. എന്നാൽ തീവ്രമായ കലഹങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് സഹോദര സ്ഥാനീയരുമായിട്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അതുമൂലം സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഈ തുലാക്കൂറുകാർ ചിന്തിക്കുകയാണ് വൃശ്ചികമാസം സഹോദരങ്ങളുമായിട്ട് ബഹളമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ മൂലം സഹോദരനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാസം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ കഴിയും. അങ്ങനെ ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. ഈ നക്ഷത്ര ഫലങ്ങളെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ചുള്ള സൂചനകൾ നൽകുക എന്നുള്ളതാണ് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ചെയ്യുക. അല്ലാണ്ട് അവർ നമ്മളെ വന്ന് ഉപദ്രവിക്കുന്നൊന്നുമില്ല. എങ്ങനെയാണ് സൂചന അവർക്ക് നൽകാൻ കഴിയുക? നമ്മളൊരു വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചാൽ അവിടെ ആ ഇരുട്ടത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം പ്രകാശിക്കും. ആ വിളക്കിൻ്റെ ശക്തി കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് പ്രകാശിക്കുന്നത്, അല്ലാണ്ട് ആ വസ്തുവിൻ്റെ കഴിവ് കൊണ്ടല്ല. അതുപോലെ നമ്മളുടെ പ്രകാശിക്കപ്പെടുന്നത് ആ വസ്തുക്കളായതുപോലെ, കത്തിച്ചു വെച്ച് വിളക്കാണെങ്കിലും പ്രകാശപ്പെടുന്ന വസ്തുക്കളായതുപോലെ നമ്മളുടെ പൂർവ്വ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും ദോഷങ്ങളും അവിടെ തന്നെ കിടക്കുക. ഈ വസ്തുക്കളെ പോലെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാകുന്ന വിളക്ക് ആ വസ്തുക്കളെ, ആ പ്രശ്നങ്ങളെ വെളിച്ചത്ത് കാണിച്ചു തരും. ഇന്ന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തരും. അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്, അല്ലാണ്ട് ഇവർ ഫലം നൽകുകയല്ല. നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെയും കാര്യങ്ങളെയും പ്രകാശിപ്പിക്കും. ആ പ്രകാശിപ്പിക്കുമ്പോൾ അത് കാണുകയും കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് നിയന്ത്രിക്കുകയൊക്കെ ചെയ്താൽ പല പ്രശ്നങ്ങളെയും വളരെ പ്രയാസമായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നേരത്തെ അറിഞ്ഞു കഴിയുമ്പോൾ വളരെ ലളിതമാക്കി മാറ്റാനായിട്ട് കഴിയും. അതിനാണ് ഈ ജ്യോതിഷ ശാസ്ത്രം നമ്മെ സഹായിക്കുന്നത്. അതുതന്നെയാണ് ആചാര്യന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി സുഹൃത്തുക്കളുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈ വൃശ്ചിക മാസത്തിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പുതിയ സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിയും. പല അസ്വസ്ഥതകളും പരിഹരിക്കാനായിട്ട് കഴിയും. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് അതിന് ഒരു ശാശ്വതമായ പരിഹാരം നൽകി ആ സുഹൃബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം പുതിയ ബന്ധങ്ങളെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മാസം നമുക്ക് വൃശ്ചിക മാസം തുലാക്കൂറുകാർ കഴിയും. അങ്ങനെ ആ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ. ഇനി ശത്രുദോഷ സാധ്യത ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബുധൻ്റെ മാറ്റം ശത്രുദോഷ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണ്. ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. ഈ പരസ്പരം പറയുന്ന കാര്യങ്ങളാണല്ലോ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങൾ ശത്രുദോഷം ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശത്രുദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി അല്പം സൗന്ദര്യപ്പണക്കമൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ വളരെ കരുതലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും ഈ ഏതുവിധ ശത്രുദോഷങ്ങളുണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി തുലാക്കൂറുകാർക്ക് ഈ മാസം കിട്ടും. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം അവർക്ക് ഗുണകരമാകുകയും ചെയ്യും. ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴം ഒന്ന് മാറുന്നുണ്ട് ഇവർക്ക് ഡിസംബർ 5-ാം തീയതി. അത് കുറച്ച് മേന്മയുണ്ടാകും.
ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി. മാതാപിതാക്കൾ അത്ര അനുകൂലമായ സ്ഥിതിയിലായിരിക്കും വൃശ്ചികം രാശിക്കാർക്കെന്ന് പറയാൻ കഴിയില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ മാതാപിതാക്കളുമായിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് ഈ കലഹമുണ്ടാകാനുള്ള കഴിവ്, മാതാപിതാക്കളോട് കലഹമുണ്ടാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാക്കി തന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറുക. അപ്പോൾ ഈ കലഹത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും. അവരുടെ സംരക്ഷണയും അവരുടെ സ്നേഹവും, ഒരുപക്ഷെ അവർ പോലും ഭക്ഷണം കഴിക്കാതെ തന്നിട്ടുള്ള ഭക്ഷണവുമൊക്കെയാണ് മക്കളുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ മാതാപിതാക്കൾ അത്ര അനുകൂലമായ സ്ഥിതിയിലല്ല എങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതുഫലമാണ്. ഇത് വ്യക്തിപരമായ ഫലങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി. നമസ്തേ. വൃശ്ചികക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലങ്ങൾ. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ടയാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തെ ഫലം, അത് വൃശ്ചിക 1-ാം തീയതി ഗ്രഹനില ആദ്യം നമുക്ക് നോക്കാം. ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലും, സർപ്പം കുംഭം രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം തന്നെ രാശി മാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഇതിൽ തന്നെ ബുധന് 2 പ്രാവശ്യം രാശിമാറ്റമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ മാസഫലം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ആരുടെയും ഒരു വ്യക്തിപരമായ ഫലങ്ങളൊന്നുമല്ല, പൊതുവായ ഫലമാണെന്ന് മനസ്സിലാക്കണം. വ്യക്തിപരമായ ഫലങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു മാസത്തെ നിങ്ങളുടെ കാര്യങ്ങളിലൊന്ന് ചിട്ടപ്പെടുത്തുന്നതിന് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ഇതൊരു മാസത്തെ ഫലമാണ്. അതിനേക്കാൾ സൂക്ഷ്മമാണ് ദിവസഫലം, അതിനേക്കാൾ സൂക്ഷ്മമാണ് മണിക്കൂറുകളായിട്ടുള്ള ഫലം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ സൂക്ഷ്മമായ ദിവസഫലത്തെ ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. എൻ്റെ വീഡിയോ തുടർച്ചയായി എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോ കിട്ടണമെന്ന് താല്പര്യമുള്ളവർ. കാരണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അത് ചെയ്യുക. ഇനി നമുക്ക് ഇതിലെ ഫലത്തിലേക്ക് വരാം. ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയമാണ്. വൃശ്ചികക്കൂറുകാരുടെ തൊഴിൽ മേഖല വൃശ്ചിക മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഉച്ച രാശിയിലുമാണ്. അത് പൊതുവേ ആ കർക്കിടകത്തിൽ നിൽക്കുന്ന കാലം ദീർഘകാലമായ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് അനുകൂലമായ സമയമാണ്. സ്ഥിരതയുള്ള പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾക്കൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഈ സമയം ഉപയോഗിക്കാം. അതുപോലെ മിഥുനത്തിലേക്ക് മാറുമ്പോൾ ആശയവിനിമയവും
അതേപോലെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ ചെറിയ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ അവസരങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഒരു സഹായമാകും. പക്ഷെ ദൈവാധീനം തൊഴിൽ മേഖലയിൽ അല്പം കുറയുകയും കൂടെ ചെയ്യുന്ന സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ 5 ശേഷം ഉണ്ടാകുന്നത്. അതേപോലെ ചൊവ്വയുടെ മാറ്റം അത് ധനുരാശിയിലേക്ക് മാറുകയാണ്. അത് ഗുണകരമാണ്. അല്പം ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് കിട്ടും. എന്നാൽ മാനസികമായി തൊഴിൽ മേഖലയിൽ നല്ല ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഇവർക്ക്. അതുപോലെ ബുധൻ്റെ അങ്ങടും ഇങ്ങടുമുള്ള മാറ്റം അത് അത്ര അനുകൂലമല്ല. 2 പ്രാവശ്യത്തെ മാറ്റമുണ്ട്. അതൊന്ന് അങ്ങോട്ട് മാറുന്നു, ഒന്ന് ഇങ്ങോട്ട് മാറുന്നു. അത് ആ പഴയ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ആ മാറ്റം അത്ര അനുകൂലമല്ല. അത് ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ചിലപ്പോൾ തൊഴിൽ രംഗത്ത് ബിസിനസ്സുകാർക്കൊക്കെ അത് കാര്യമായി ദോഷം ചെയ്യും. അതുകൊണ്ട് ബിസിനസ് രംഗത്തുള്ളവരെല്ലാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊതുവേ ബിസിനസ്സുകാർ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സമയം അനുകൂലമല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കരുതലും ശ്രദ്ധയും ഒക്കെ കൊടുക്കണം. ഈ സമയം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിർത്തി വീട്ടിലിരിക്കാമെന്നല്ല. നമ്മളുടെ സമയം അനുകൂലമല്ല എന്ന് കാണുമ്പോൾ ബോധപൂർവം അനുകൂലമല്ലാത്ത സമയത്തെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കലഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുക. അതിനു വേണ്ടിയാണ് ഈ നക്ഷത്രഫലം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോവുക. തൊഴിൽ സമയത്ത് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തൊഴിൽ രംഗത്ത് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ. പൊതുവേ പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് അല്പം സമ്മർദ്ദം, മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുന്ന കാലഘട്ടമാണെന്നൊഴികെ ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര വലിയ പ്രശ്നം തൊഴിൽ രംഗത്ത് ഉണ്ടാകില്ല. ചെറിയ മേന്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ദീർഘകാല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാനുമൊക്കെ കഴിയുന്ന കാലം കൂടെ ആണ്. ഇനി ധനപരമായ കാര്യങ്ങൾ, വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം അത് സാമ്പത്തിക രംഗത്ത് ചില പ്രയാസങ്ങൾ ഒക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നല്ലാണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മിഥുനം എന്നുള്ളത് കൊണ്ട് മറ്റ് ശത്രുക്ഷേത്രങ്ങളൊന്നും അങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇക്കാര്യത്തിലില്ലാത്തതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ച് വരുമ്പോൾ വലിയ ദോഷങ്ങൾ വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം അത് കുറച്ച് അനാവശ്യമായ ചിലവുകളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നവയാണ്. അത് ഒന്ന് ജാഗ്രതയായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നവംബർ 26 അത് വൃശ്ചികത്തിലേക്ക് മാറും. അപ്പോൾ നവംബർ 26 ശേഷം ചില തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ. അതേപോലെ ബുധൻ്റെ കാര്യങ്ങൾ, ഇടപാടുകളിൽ കുറച്ച് സൂക്ഷ്മത, ഈ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർ അത് വളരെ ശ്രദ്ധിക്കണം. ഷെയർ മാർക്കറ്റിലൊക്കെ ഇടപെടുന്ന ആളുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിൽ. കാരണം കുറച്ച് സൂക്ഷ്മത പാലിക്കണം. ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദൈവാധീനത്തിൻ്റെ ഒരു കുറവ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം സൃഷ്ടിക്കും. അതും ധനകാര്യ മേഖലയെ ബാധിക്കുകയും ചെയ്യും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ല. കുറച്ച് ശ്രദ്ധയും കരുതലും ആർഭാടമായ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ചിലവുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലവുകളെ സൂക്ഷ്മമായി ഉപയോഗിക്കുക, ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇനി ആരോഗ്യപരമായ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആരോഗ്യകാര്യം ഈ മിഥുനത്തിൻ്റെ മാറ്റം ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മ കിട്ടുമെങ്കിലും വായു സംബന്ധമായ ചില അസുഖങ്ങൾ, കർണരോഗങ്ങളെ പോലുള്ള ചില പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബുധൻ്റെ ചാഞ്ചാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ രാശിമാറ്റം, ഒരേ അടുത്തടുത്ത് വരുന്ന രാശിമാറ്റങ്ങൾ, അലർജി സംബന്ധമായ അസുഖങ്ങൾ,
ശ്വാസകോശ സംബന്ധമായ സുഖങ്ങൾ, ശിരോവേദന, തലവേദന, ഈ ശിരോരോഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രഷർ, ഷുഗർ തുടങ്ങിയവയ്ക്കുള്ള ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധ ആരോഗ്യ കാര്യങ്ങളിൽ കൊടുക്കുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഒരു മാറ്റം ഗുണം കിട്ടാൻ, കുറച്ച് ഗുണമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും നവംബർ 26 വരെയുള്ള കാലഘട്ടം അത്ര മേന്മയുള്ളതാണ് പ്രണയകാര്യങ്ങളിൽ എന്ന് പറയാൻ കഴിയില്ല. അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ചില കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമായി മാറുകയും ഇല്ല. വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാരുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആശയവിനിമയങ്ങളൊക്കെ ഒന്ന് സുദൃഢമാക്കുവാനായിട്ട് ഒളിച്ചു വയ്ക്കുന്ന ഏർപ്പാട് ഒഴിവാക്കുക. ഒന്ന് രഹസ്യമായി വയ്ക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രണയകാര്യങ്ങളിൽ, രഹസ്യ പ്രണയങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ ഒക്കെ ഉണ്ടാകും. അത് കുടുംബജീവിതത്തെയും ബാധിക്കാനുള്ളൊരു സാധ്യതയും ഈ വൃശ്ചിക മാസം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രണയകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രഹസ്യ പ്രണയങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന കാര്യങ്ങളിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും. ആശയപരമായ ചില പുരോഗതികൾ വിദ്യാർത്ഥികളിൽ ദൃഢമാകും. പുതിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് അവർക്ക് സഹായകരമായ ചില സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ വന്നു ചേരും. കുറച്ച് അധ്വാനം കൂടുതൽ ആവശ്യമായി വരും എങ്കിൽ പോലും ചില നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സമയത്ത് വൃശ്ചികക്കൂറുകാർക്കുണ്ടാകും. അത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ ഡിസംബർ 5 ശേഷം ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുണ്ടാക്കാം. പ്രൊജക്റ്റുകളിലൊക്കെ വിജയിക്കാനും ചില മത്സരങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊയ്യുവാനുമൊക്കെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന ഒരു സമയം ആയിരിക്കും. ഇനി സഹോദര സ്ഥാനീയർ, മക്കളുടെ പൊതുവായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയൊക്കെ വേണമെന്നൊഴികെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സഹോദര സ്ഥാനീയരുമായും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. ചെറിയ ചെറിയ അഭിപ്രായം, അതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. പൊതുവെ വലിയ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പരിഹരിക്കപ്പെടാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഒരു ശ്രദ്ധയൊക്കെ മക്കളുടെ കാര്യങ്ങളിൽ കൊടുക്കുക എന്നൊഴികെ കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസം ഉണ്ടാകുന്നുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജാതകഫലം കൂടെ വളരെ പ്രധാനമാണ്. ഇതൊരു പൊതുവായ ഫലമാണ്. ജാതകഫലം വളരെ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുകൂലമായിക്കൊള്ളണമെന്നില്ല. വളരെ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ തോന്നുന്നുവെങ്കിൽ അത് ജാതകം പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് നല്ലത്. പരിഹാര കർമ്മങ്ങൾ പറയാത്തതിൻ്റെ കാരണം ഇതൊരു പൊതുവായ ഫലമാണ്, ജാതക ഫലമല്ല. പരിഹാര കർമ്മങ്ങൾ വ്യക്തിപരമായി ചെയ്യേണ്ടതാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് ഇതിനകത്ത് പരിഹാരം പറയാത്തത്. ജാതകം പരിശോധിച്ചിട്ട് പരിഹാരം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഏത് ഈശ്വരനെയാണ് ഭജിക്കേണ്ടത്, ഏത് നാമമാണ് ജപിക്കേണ്ടത്, അവരുടെ ഭാവം എവിടെയൊക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രത്യേകത എവിടെയൊക്കെയാണ് കാണുന്നത് ദോഷമുള്ളത്, അതുപോലെ ഏത് ദശാകാലമാണ്, അഷ്ടകവർഗങ്ങളിലെ ബന്ധുക്കൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി വേണം ഈ പരിഹാര കർമ്മങ്ങളെ നിർദ്ദേശിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തതെന്ന് കൂടെ മനസ്സിലാക്കുക. ഇനി
സുഹൃത്തുക്കളും ബന്ധുക്കളും. പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില അസ്വസ്ഥതകൾ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവും. പുതിയ സൗഹൃദ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പഴയ വിള്ളലുകളുള്ള സൗഹൃദ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും ചില അവസരങ്ങളുണ്ടാവും. അപ്പോൾ സൗഹൃദ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പഴയ സൗഹൃദ ബന്ധങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾക്ക് അനുകൂലമായതുകൊണ്ട് അതൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളവയെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒന്ന് സുദൃഢമാക്കുവാനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യുന്നുവെങ്കിൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പൊതുവെ ഈ സമയം അനുകൂലമാക്കിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇനി ശത്രുദോഷം അത്ര വലിയ പ്രശ്നമുള്ള സമയമൊന്നുമല്ല വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഡിസംബർ 7 ചൊവ്വയുടെ ഒരു മാറ്റവും ബുധൻ്റെ 2 പ്രാവശ്യം മാറ്റവും ആശയവിനിമയത്തിലെ ചില തകരാറുകൾ മൂലം ചില സൗന്ദര്യപ്പിണക്കങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാമെന്നും പരസ്പരം സുഹൃത്തുക്കൾ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് ചില തടസ്സങ്ങൾ മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല, അങ്ങനെയുള്ള ചില തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചില സഹായ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ട് മനസ്സിന് സുഹൃത്തുക്കളിടയിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അകൽച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊഴികെ പൊതുവേ സുഹൃബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം. ഇനി മാതാപിതാക്കളുടെ സ്ഥിതി. മാതാപിതാക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഡിസംബർ 5 ശേഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഡിസംബർ 5 വരെ പൊതുവെ അവരിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയും ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാമെങ്കിലും അതിനുശേഷം അവരിൽ നിന്ന് ചിലപ്പോൾ തീക്ഷ്ണമായ ചില പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മനസ്സിന് പ്രയാസകരമായ വിഷമങ്ങളെല്ലാം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ അവരിൽ നിന്നുണ്ടാകുമെങ്കിലും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാനായിട്ട് പ്രത്യേകം വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്നറിഞ്ഞ് വേണം ഇതിനെ കാണുവാൻ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി. തുടർച്ചയായിട്ട് വീഡിയോ കിട്ടണമെന്നുള്ളവർ ഇത് ഷെയർ, ലൈക്ക്, കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അമ്മേ ദേവി. നമസ്തേ. നമ്മൾ ധനുക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. വൃശ്ചിക മാസത്തെ ധനുക്കൂറുകാരുടെ ഫലം. വൃശ്ചിക മാസം എന്ന് പറയുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ളത്. നമുക്ക് വൃശ്ചിക മാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. വൃശ്ചിക 1-ാം തീയതി ആദിത്യനും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും, സർപ്പം അഥവാ രാഹു കുംഭൻ രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുകയാണ്. 4 ഗ്രഹങ്ങൾ ഈ മാസം മാറുന്നുണ്ട്. അത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് രാശിമാറ്റം ഉണ്ടാകുന്നത്. ബുധൻ 2 പ്രാവശ്യം രാശി മാറുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിരിക്കും. കാരണം ഇത് ഒരു മാസത്തെ ഫലമാണ്. ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി നമുക്ക് ഒരു ദിവസത്തെ ഫലം പറയാൻ കഴിയും. ആ ഒരു വർഷത്തെ, ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി ഒരു മണിക്കൂർ സമയത്തെ ഫലം പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തത വരുന്ന ഓരോ ദിവസങ്ങളുടെയും ഫലങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇത് പൊതുവായി ഒരു മാസത്തെ കാര്യങ്ങൾ ഏകദേശം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതുകൂടെ കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട്, അതുകൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് തുടർച്ചയായി കിട്ടണം എന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുക. വെറുതെ ലൈക്ക് മാത്രം ചെയ്താലും പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിത് ചെയ്യുന്നവർക്കേ അത് കിട്ടുള്ളൂ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.
എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ ഫലങ്ങളല്ല, പൊതുവായ നിർദ്ദേശങ്ങളാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം വെച്ച് നോക്കുന്നതാണ്. അങ്ങനെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. വൃശ്ചിക മാസത്തെ ഫലം, ധനുക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലം. ധനുക്കൂറുകാരുടെ തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് ഇത്തിരി ദൈവാധീനമൊക്കെ കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും, ഒരു സമയമാണെങ്കിലും, സ്ഥിരതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള തൊഴിൽ മേഖലയിലെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ്. നടപ്പിലാക്കാൻ കഴിയുന്ന കാലഘട്ടമല്ല, ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇത് മിഥുനത്തിലേക്ക് മാറും. ഈ ഡിസംബർ 5-ാം തീയതി അങ്ങനെ മാറുമ്പോൾ വളരെ നല്ല പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുകയും ഒരു പ്രഭാവം ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആലോചിച്ച് വെച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയും. പുതിയ അവസരങ്ങളുണ്ടാകും. എന്നാൽ ഇടയ്ക്ക് ചില അനിശ്ചിതത്വം ഉണ്ടാകുകയും ചെയ്യും ഈ മേഖലയിൽ. കാരണം വ്യാഴം മാത്രം നോക്കിക്കൊണ്ടല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ചൊവ്വയുടെ ഒരു മാറ്റമുണ്ട്, അത് ധനുവിലേക്കാണ്. അത് പൊതുവെ അനുകൂലമാണ്. ഒരു ധൈര്യവും വീര്യവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും കിട്ടാനായിട്ട് അത് കഴിയും. പക്ഷെ ഗോചരമനുസരിച്ച് ചൊവ്വ ലഗ്നത്തിൽ ചന്ദ്രരാശി സഞ്ചരിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചില ഊർജം, ധൈര്യവീര പരാക്രമങ്ങളൊക്കെ ഈ സമയത്ത് കിട്ടുകയും ചെയ്യും. ഈ ബുധൻ്റെ അങ്ങടും ഇങ്ങോട്ടുള്ള മാറ്റം, ബുധൻ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. അത് കാര്യദോഷങ്ങളല്ലെങ്കിലും ഈ അങ്ങടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ വാശയവിനിമയത്തിലെ അപാകതകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനമായ പ്രവർത്തനം വേണ്ടിവരും. ഫലത്തെ അത്രയങ്ങോട്ട് പ്രവർത്തനത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഫലത്തെ നൽകാൻ കഴിയില്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ബുധൻ്റെ ഉണ്ട്. എങ്കിലും പൊതുവേ നോക്കിയാൽ പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിനും അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുന്നതിനും ഡിസംബർ 5-ന് ശേഷം കാര്യങ്ങൾ തുടങ്ങാനുമൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം. ജാതകം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായത് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും പൊതുവായി തൊഴിൽ മേഖല മേന്മയുള്ളതായിരിക്കും. ഇനി നമുക്ക് ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം പുതിയ സാമ്പത്തിക സാധ്യതകൾ ഒക്കെ ഉണ്ടാകും. ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ വിപണന രംഗം ഒക്കെ ലഭിക്കും, പുതിയ ഓർഡറുകൾ ലഭിക്കും, പുതിയ കരാറുകൾ ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ ചില മേന്മകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര മേന്മയുള്ളതല്ല. എന്നാൽ കുറച്ച് അമിതമായ ചിലവുകളൊക്കെ വരികയും ചെയ്യും. നവംബർ 26-ന് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട്. ആ ശുക്രൻ്റെ മാറ്റം, വ്യാഴം അഷ്ടമത്തിലുള്ള നിൽപ്പും, ഇത് രണ്ടും അത്ര അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചില അമിതമായ ചിലവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ചില അനിശ്ചിതത്വം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകാനായിട്ട് ധനുക്കൂറുകാർ ശ്രദ്ധിക്കണം. വ്യക്തമായൊരു ധാരണ വേണം. പ്രത്യേകിച്ച് വ്യാവസായിക രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ സാമ്പത്തിക മുടക്കമൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ഒരു ശ്രദ്ധയും ആലോചനയും മറ്റുള്ള ഉപദേശങ്ങളുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടാവൂ. എങ്കിലും പൊതുവേ സാമ്പത്തിക കാര്യങ്ങൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസത്തിൽ അനുകൂലമായിരിക്കുക തന്നെ ചെയ്യും. ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ ഈ ബുധൻ്റെ അല്ലെങ്കിൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതും ചൊവ്വ ധനുവിലേക്ക് മാറുന്നതും അത്ര അനുകൂലമല്ല. ശിരോവേദന,
എന്ന് പറഞ്ഞാൽ തലവേദന പോലുള്ള അസുഖങ്ങൾ, മാനസികമായ ഒരു സമ്മർദ്ദാവസ്ഥ, ഈ അസ്ഥി സംബന്ധമായ ചില അസുഖങ്ങൾ, വാത സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. പോരാത്തതിന് ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി കാലഘട്ടം കൂടെയാണ്. അതുകൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ കുറച്ച് അലച്ചിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകും. കുറേ മാനസികമായ സമ്മർദ്ദാവസ്ഥ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വ്യാഴം മിഥുനത്തിലേക്ക് മാറുമ്പോൾ അത് പൊതുവെ ആരോഗ്യരംഗത്തെ അനുകൂലമായി സ്വാധീനിക്കും. എന്നാൽ ഈ ചൊവ്വയുടെ സ്വാധീനം ചില മുറിവുകളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ഒക്കെ മേന്മയുണ്ടാകും. എന്നാലും ആരോഗ്യകാര്യം അത്ര ഗുണകരമായിരിക്കില്ല വൃശ്ചിക മാസത്തിൽ ധനുക്കൂറുകാർക്ക്. ഇനി ദാമ്പത്യ കാര്യങ്ങളിൽ, പ്രണയം തുടങ്ങിയ കാര്യങ്ങളിൽ, അത് ദാമ്പത്യ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് നമ്മൾ ശുക്രനെ കൊണ്ടാണ്. അപ്പോൾ അത് പ്രണയത്തിലാണെങ്കിലും അങ്ങനെയാണ്. ഈ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം അത് 12-ാം ഭാവത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ചില ആശങ്കകൾ കുടുംബ ബന്ധങ്ങളിലുണ്ടാവും. അതേപോലെ തർക്കങ്ങൾ കുടുംബ ബന്ധങ്ങളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം കുടുംബത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ദാമ്പത്യ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അത് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുകയും, പ്രത്യേകിച്ച് ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ, എന്നാൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് അനുകൂലമാക്കി തരും. കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും അതുവരെ ഉണ്ടായ തർക്കങ്ങളെ പറഞ്ഞു തീർക്കാനും ചില മധ്യസ്ഥ ശ്രമത്തിലൂടെയൊക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആശയവിനിമയം കുറച്ചുകൂടെ ശക്തമാക്കാനുമൊക്കെ കഴിയും. അതിലൂടെ പല കാര്യങ്ങളും പരിഹരിച്ചെടുക്കാനും കഴിയും. അതുപോലെ ചില തെറ്റിദ്ധാരണകൾ, ശരിയായ സംശയമുള്ള അവസ്ഥ, പലതും പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മനോഭാവമൊക്കെ ദമ്പതികളുടെ ഇടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രണയിനികളുടെ ഇടയ്ക്കാണെങ്കിലും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രണയ കാര്യത്തിലും ദാമ്പത്യ കാര്യത്തിലൊക്കെ ഈ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെടാനുള്ളൊരു സാഹചര്യം ധനുക്കൂറുകാർക്കുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിലെ പോരായ്കയാണെങ്കിൽ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒളിച്ചു വയ്ക്കുന്നത്, മറച്ചു വയ്ക്കുന്നതായിട്ട് തോന്നുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടാവരുത്. കാര്യങ്ങൾ പരമാവധി തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനുള്ള ശ്രമം ദാമ്പത്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുണ്ടാകണം. പ്രണയ കാര്യങ്ങളിലും അത് ആവശ്യമാണ്. പിന്നെ രഹസ്യ പ്രണയങ്ങൾ, അത് ഈ ധനുക്കൂറുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ ഈ മാറ്റങ്ങൾ അനുകൂലമല്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും വിദ്യാകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും. അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലമൊക്കെ വിദ്യ തടസ്സപ്പെടുന്ന ഒരു സമയമായിരിക്കും. സ്ഥിരമായ ഉറച്ച ഒരു പരിശ്രമം ആവശ്യമുള്ള ഒരു മാസമാണിത്. അലസതയില്ലാതെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കൃത്യതയോടുകൂടി അതനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പാഠ്യഭാഗങ്ങൾ, അത് വലിയ ക്ലാസ്സിലുള്ളവരായാലും ഉയർന്ന കോളേജ് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അത് കൃത്യതയോടുകൂടി പഠിക്കുന്നതിന് വേണ്ടിയായിട്ട് ഈ മാസം ശ്രദ്ധിച്ചില്ല എങ്കിൽ വിദ്യാഭ്യാസ കാര്യം ആകെ താളം തെറ്റുന്നൊരു സ്ഥിതി ധനുക്കൂറുകാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ ഒരു ടൈം ടേബിൾ പോലെ ഇട്ടിട്ട് പോലും വിദ്യാഭ്യാസത്തെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ തീക്ഷ്ണതയോടുകൂടി കാണാനായിട്ട് വിദ്യാർത്ഥികൾ കഴിയണം. വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. അത് പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ഇത് വന്നാലും വ്യാഴമാറ്റം കുറച്ച് ഗുണകരമായി സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയും. പക്ഷെ എപ്പോഴും ഒരു കരുതലും ശ്രദ്ധയും വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ വേണ്ട സമയം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. ഇനി മക്കൾ, സഹോദരങ്ങൾ,
മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമായ സമയമാണ്. പ്രത്യേകിച്ച് ഡിസംബർ 7 വരെയുള്ള ഡിസംബർ 7 വരെയുള്ള കാലഘട്ടം. ഡിസംബർ 7 വരെ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ധനുക്കൂറുകാരുടെ മക്കൾക്ക് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ഈ ധനുക്കൂറുകാരുടെ ദോഷം കൊണ്ട് തന്നെ മക്കൾക്ക് അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളും ഉണ്ടായി വരാം. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടേതായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട മക്കളാണ് നമുക്കുണ്ടാവുക. മക്കളുടേതായ അവരുടെ ചെയ്തികൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും അനുഭവിക്കാൻ കർമ്മയോഗമുള്ള മാതാപിതാക്കളായി ഇവർ മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഉണ്ടായി വരിക. മക്കളുണ്ടാകുന്നതും ആ മക്കളുടെ മാതാപിതാക്കളായി വരുന്നതുമൊക്കെ പരസ്പരമുള്ള പൂർവ്വകർമ്മ ബന്ധങ്ങളുടെ ഫലമാണ്, ബലവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധാപരമെന്ന് വെച്ചാൽ കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. അത് മക്കളുടെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഡിസംബർ 7 ശേഷം സഹോദരങ്ങളുമായി ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കുറച്ച് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ സഹോദരരുമായിട്ടുള്ള കലഹത്തിന് കൂടുതൽ കാരണമാകാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടപെടലുകൾ സഹോദരർ അവരുടെ ഇടയ്ക്ക് അനുവദിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും, പുതിയ സൗഹൃദങ്ങൾ വളരാൻ വളരെ അനുകൂലമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ കാര്യങ്ങൾ വളരുന്നതിനായിട്ട് വളരെ നല്ലതാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് നല്ലതാണ്. ബന്ധുക്കളുമായിട്ട് നല്ല ആശയ സംവാദങ്ങൾ നടത്താനൊക്കെ കഴിയും. അവരുമായിട്ട് പുതിയ ബന്ധുക്കളുടെ കുടുംബ സന്ദർശനത്തിനുമൊക്കെ അനുകൂലമായ ഒരു മാസമായി ഇതിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വളരെ നല്ലതാണ്. ഇനി ശത്രുദോഷ സാധ്യത. ശത്രുദോഷത്തിൻ്റെ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ആശയവിനിമയത്തിലെ ചില കാര്യങ്ങൾ, വാക്കുകൾ മൂലമുള്ള ചില ശത്രുതാപരമായ പെരുമാറ്റമൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ഈ മാസം ശ്രദ്ധിക്കണം. ശത്രുക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയം കൂടെയാണ്. തീർച്ചയായിട്ടും ധനുക്കൂറുകാർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. അഥവാ ശത്രുദോഷം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാസം തന്നെയായിരിക്കും ഈ വൃശ്ചിക മാസം. ഇനി മാതാപിതാക്കളുടെ അനുകൂലവും പ്രതികൂലവുമായ സ്ഥിതി. ഈ ഗ്രഹങ്ങളുടെ മാറ്റമൊക്കെ മാതാപിതാക്കൾ അനുകൂലമാണ്. മാതാപിതാക്കളുടെ സംരക്ഷണവും പിന്തുണയും ഒക്കെ ലഭിക്കാൻ അനുകൂലമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് മാതാപിതാക്കളിൽ നിന്ന്. അതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റം അത് തൻ്റെ ചന്ദ്രരാശിയിലേക്ക് നോക്കുമെന്നുള്ളത് കൊണ്ട്, പൂർണ്ണ ദൃഷ്ടിയോടുകൂടി വരും എന്നുള്ളത് കൊണ്ട് അതും പൊതുവെ മാതൃപിതൃ ബന്ധങ്ങളിൽ കുറച്ച് മേന്മയുണ്ടാക്കുന്നതാണ്. എന്നാൽ മാതാപിതാക്കൾക്ക് ഈ ധനുക്കൂറുകാരുടെ മാതാപിതാക്കളുടെ ഇത് വെച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് അവരെ ഒറ്റയ്ക്കാക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കളെയൊക്കെ ഒന്ന് കൂടെ നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് പൊതുവെ ഈ മാസം ധനുക്കൂറുകാർ വൃശ്ചിക മാസം അനുഭവിക്കാനുള്ള യോഗം. അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങൾ കൂടുതലാണ്, എല്ലാം നല്ല കാര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി. നമസ്തേ. മകരക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. 2025 നവംബർ 17 മുതൽ
ഡിസംബർ 15 വരെയുള്ള കാലഘട്ടമാണ് മകരമാസം. നമുക്ക് മകരമാസം 1-ാം തീയതിയിലെ ഗ്രഹനില ഒന്ന് നോക്കാം. ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികത്തിലും, രാഹു കുംഭത്തിലും, ശനി മീനത്തിലും, വ്യാഴം കർക്കിടകത്തിലും, കേതു ചിങ്ങത്തിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. 4 ഗ്രഹങ്ങൾക്ക് ഈ വൃശ്ചിക മാസം മാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഇതിൽ ബുധന് 2 പ്രാവശ്യത്തെ മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഇത് ചെയ്താലാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ അത് ചെയ്യുക. പിന്നെ ഇത് ഈ മാസത്തെ പൊതുവായ ഫലമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. എൻ്റെ എല്ലാ വീഡിയോകളുടെ അടിയിലും മറ്റ് കൂറുകാരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഓരോ കൂറുകാരുടെയും ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് വേറെ കൂറുകാരുടെ കാണണം എന്നുള്ളവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് വരാം. മകരക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസം 5-ാം തീയതി വരെ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് 7-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഉച്ചരാശിയിൽ നിൽക്കുകയാണ്. മകരത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റും ഇത് സഹായിക്കും. പല കാര്യങ്ങളിലും ഒരു നിവൃത്തി ഉണ്ടാകും, പരിഹാരമുണ്ടാകും. തൊഴിൽ മേഖലയിൽ ശരിക്കും പരിഹാരമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ പ്രയാസമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില പരിഹാരങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്, ചില പുരോഗതികളൊക്കെ തെളിഞ്ഞു വരുന്നത് നമുക്ക് തൊഴിൽ മേഖലയിൽ മകരക്കൂറുകാർക്ക് കാണാൻ കഴിയും. അതേപോലെ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില പ്രവൃത്തികൾ നടപ്പിലാക്കാനുള്ള അവസരവും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകുന്നത് അറിയാൻ കഴിയും. ചില പ്രൊജക്റ്റുകളൊക്കെ നടത്തുവാനായിട്ട് അനുകൂലമായ സമയമാണ്. ഈ മിഥുനത്തിലേക്ക് മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നതെങ്കിലും ചില പുതിയ അവസരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയുടെ പ്രവർത്തന മേഖല ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ 5-ന് ശേഷം ഒന്ന് കുറഞ്ഞു വരാനുള്ളൊരു സാധ്യതയുണ്ട്. 6-ലേക്ക് മാറുന്നതുകൊണ്ട് അപ്പോൾ ഒരു ദൈവാധീനക്കുറവും ആ സമയത്ത് ചെറുതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. പുതിയ അവസരങ്ങളൊക്കെ വരും. പക്ഷെ അങ്ങനെ വരുന്ന അവസരങ്ങളെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഈ ഡിസംബർ 5-ന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അല്പ ദൈവാധീനക്കുറവ് വരുന്നത് കൊണ്ട് എടുത്തു ചാടി തൊഴിൽ മേഖലയിലെ പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് മാറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ജാതകമൊക്കെ പരിശോധിച്ച് ആ സമയം എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ചൊവ്വ വൃശ്ചികത്തിലേക്ക് വൃശ്ചികമാണത് ധനുവിലേക്ക് മാറും. വൃശ്ചികത്തിൽ നിന്ന് ആ ധനുവിലേക്ക് മാറുമ്പോൾ തൊഴിൽ മേഖലയിൽ ഒരു മത്സരം ഉണ്ടാവും. ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില മത്സരങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. അങ്ങനെ തോന്നും എന്ന് മാത്രമല്ല, മത്സരങ്ങൾ അനുഭവപ്പെടുകയും ചില പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ ആ മത്സരങ്ങളുടെ ഫലമായി ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും ചൊവ്വ സ്വക്ഷത്ര ബലവാനാണ്. ചൊവ്വ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഒക്കെ ആളാണ്. അതുകൊണ്ട് ജാതകത്തിൽ ചൊവ്വ അനുകൂല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, ജാതകത്തിൽ അനുകൂല സ്ഥാനമൊക്കെ ആണെങ്കിൽ പൊതുവെ ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. സ്വക്ഷേത്ര ബലവാനായിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്.
അതുകൊണ്ട് കാരണം ഡിസംബർ 7 ധനുരാശിയിലേക്ക് മാറും. എങ്കിലും ആ സമയത്ത് പൊതുവെ അനുകൂലമാക്കി മാറ്റാനായിട്ട് കഴിയും. ഈ ബുധൻ്റെ മാറ്റം വിനിമയങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ചെറിയ വാശി, ദേഷ്യം ഒക്കെ പ്രകടമാകുന്ന ഒരു സമയം കൂടെയാണ്. തൊഴിൽ മേഖലയിൽ അതൊക്കെ ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങൾ, ശനി 3-ാം ഭാവത്തിലുള്ള സഞ്ചാരം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ മേന്മയും നേട്ടവുമൊക്കെ ഉണ്ടാക്കി തരുന്നതിന് മകരക്കൂറുകാർക്കൊരു സാധ്യതയുള്ള സമയമാണ്. പക്ഷേ മിഥുനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ചില തടസ്സങ്ങളെ നേരിട്ടതിന് ശേഷം മാത്രമേ ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നിക്ഷേപം, വ്യാപാരത്തിൻ്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാവും. ഈ ശുക്രൻ തുലാം രാശിയിലാണ്. ആ ശുക്രൻ നവംബർ 26 വൃശ്ചികത്തിലേക്ക് മാറും. അത് ചില അമിതമായ ചിലവുകൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ നിയന്ത്രണം പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. എടുത്തു ചാടി സാമ്പത്തിക മേഖലയിൽ ഒന്നും ചെയ്യാതെ വേണ്ടപ്പെട്ടവരും കുടുംബത്തിലുള്ളവരും ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായ മുതൽ മുടക്ക് നടത്തുന്നതായിരിക്കും ഈ സമയത്ത് അഭികാമ്യമായിട്ടുള്ളത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകളിൽ വളരെ ജാഗ്രത വേണ്ട സമയമാണ്. ചിലപ്പോൾ തൊഴിൽ മേഖലയിൽ ചതി ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ധനപരമായ കാര്യങ്ങളിൽ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മാസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം. എങ്കിലും സാമ്പത്തികമായി ചെറിയ മേന്മകളൊക്കെ ഉണ്ടാകും. വ്യാഴത്തിൻ്റെ മാറ്റത്തെ ദൈവാധീനക്കുറവ് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഈ ഡിസംബർ 5 മുതൽ ചെറിയൊരു ദൈവാധീനക്കുറവൊക്കെ അനുഭവപ്പെടും. അതിൻ്റെ ഒരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, നല്ല നാമജപമൊക്കെ ആയിട്ട് പോയാൽ ധനപരമായ കാര്യങ്ങളിൽ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് മകരക്കൂറുകാർക്ക് കഴിയും. മകരക്കൂറുകാരുടെ ആരോഗ്യ കാര്യങ്ങൾ, ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴം 6ലേക്ക് മാറുമ്പോൾ മകര രാശിക്കാരെ സംബന്ധിച്ചോ ഡിസംബർ 5 6-ാം ഭാവത്തിലേക്ക് മാറുമല്ലോ. അപ്പോൾ ഈ 6ലേക്ക് മാറുന്ന ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ടാവും. വായു സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ നെഞ്ചുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നതും മകരക്കൂറുകാർ ഈ വൃശ്ചിക മാസത്തിൽ നന്നായിരിക്കും. ഇനി ദാമ്പത്യ കാര്യങ്ങൾ, ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും. ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള വരവ് അത് പൊതുവെ അനുകൂലമാണ്. പ്രണയബന്ധങ്ങളിൽ ചില അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാൽ ചില അഹങ്കാരം മൂലമുള്ള വാക്കുകൾ, അഹങ്കാരം മൂലമുള്ള പ്രവൃത്തികളൊക്കെ പ്രണയത്തിനിടയ്ക്ക് ചില മാനസിക സംഘർഷാവസ്ഥകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രണയകാര്യങ്ങളിൽ ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അവസരമുണ്ട്. ദാമ്പത്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ശുക്രൻ്റെ ഒരു മാറ്റം അത്ര അനുകൂലമല്ല ദാമ്പത്യ കാര്യങ്ങളിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം വേദാതി ദോഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാമ്പത്യ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷെ ദോഷകരമെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാകാൻ അതൊക്കെ മനസ്സിലാക്കി വാക്കുകളെയൊക്കെ നിയന്ത്രിച്ച് നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ
ദാമ്പത്യ ജീവിതം പൊതുവെ അനുകൂലമായി തന്നെ വരികയും ചെയ്യും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ, വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ വ്യാഴം ഡിസംബർ 5 മിഥുനത്തിലേക്ക് മാറുന്നത് വ്യാഴജ്ഞാനത്തിൻ്റെ കാരകത്വം വഹിക്കുന്നതാണ്. ബുധനാണെങ്കിൽ വിദ്യയുടെ കാരകത്വമാണ്. ഈ 2 ഗ്രഹങ്ങളിലും ചെറിയ മാറ്റങ്ങളും ഇതൊക്കെ ഉള്ളത് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. ആശയവിനിമയ മേഖലയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. ബുധൻ്റെ മാറ്റവും ഈ വ്യാഴത്തിൻ്റെ അനുകൂലമല്ലാത്ത അവസ്ഥയും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വൃശ്ചിക മാസത്തിൽ കൂടുതൽ ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ കഴിയും. പുതിയ ആശയങ്ങളും പ്രൊജക്റ്റുകളുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ആ അവസരങ്ങളെ അനുകൂലമായി വിനിയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കഴിയും. രക്ഷകർത്താക്കളുടെ ഒരു പ്രത്യേക ശ്രദ്ധ മകരക്കൂറുകാരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതും നന്നായിരിക്കും. ഇനി സഹോദരസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. എന്നാൽ ഡിസംബർ 7 ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള മാറ്റം ചെറിയ കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ സാധ്യത ഉണ്ടാക്കുമെങ്കിലും പൊതുവേ അത് അനുകൂലമാണ്. കാരണം ചൊവ്വയെ വ്യാഴം വീക്ഷിക്കുന്നത് സഹോദര ബന്ധങ്ങൾക്ക് വളരെ നല്ലതാണ്. ആ ഒരു ഗുണം ഈ ഡിസംബർ 5 ശേഷം ഡിസംബർ 7 വരുമ്പോൾ ഉണ്ടാകും. കാരണം 5-ാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം മിഥുനത്തിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ധനുവിലേക്ക് നോക്കുന്നത് കൊണ്ട് ശുക്രൻ ഈ ചൊവ്വയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ദൃഢമാക്കുന്നതാണ്, ഗുണകരമാണ്. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അലർജി രോഗങ്ങളുള്ളവർ, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവരൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യവും ആണ്. ഇനി സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം അവരെ കൈകാര്യം ചെയ്യാൻ. കാരണം ഈ മാസം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും മറ്റും ചില അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായി ചേർന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃബന്ധങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ മകരക്കൂറുകാർ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില അപമാനങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത സുഹൃത്തുക്കൾ മൂലം ഉണ്ടാകും. അപ്പോൾ അത് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ഗുണകരമായി തീരും, അല്ലെങ്കിൽ ദോഷമാകും. അല്ലെ, ബന്ധുക്കൾ അത്ര അനുകൂലമായ സമയമാണ് മകരമാസം എന്ന് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടുള്ള ആശയവിനിമയത്തിൽ പരമാവധി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. കാരണം വളരെ ശ്രദ്ധ വാക്കുകളിലൊക്കെ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെ വിനയാകാതിരിക്കാൻ, മകരക്കൂറുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ മകരക്കൂറുകാർക്ക് വിനയാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സുഹൃത്തുക്കളും ബന്ധുക്കളും അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരിൽ നിന്ന് ചില സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇനി ശത്രുദോഷ സാധ്യത. ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ശത്രുദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വാക്കുകളെ വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും ഉപയോഗിക്കാനായിട്ട് മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. ശത്രുതാപരമായ കാര്യങ്ങൾ തൊഴിൽ മേഖലയെയും ചെറിയ തോതിലൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അത് ചില ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പക്ഷേ എങ്കിലും അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും കഴിയും. ഒരു ആത്മവിശ്വാസക്കുറവ്
പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്നത് ശത്രുദോഷത്തിൻ്റെ ഫലമായിട്ടാകാൻ ഉള്ളൊരു സാധ്യതയും മകരക്കൂറുകാർക്കുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ കരുതലോടുകൂടി വേണം ഈ പല കാര്യങ്ങളും ചെയ്യാൻ. കാരണം ഈ സമയം അതുള്ളതുകൊണ്ട് അത് പല കാര്യങ്ങളിലും മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം പറഞ്ഞും സുതാര്യതയോടുകൂടിയും കുടുംബത്തിലുള്ളവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട്, അല്ലാണ്ട് എല്ലാവരുമായിട്ട് എന്നുള്ള അർത്ഥമല്ല, സുതാര്യതയോടുകൂടി ആലോചിച്ച് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇനി മാതാപിതാക്കളുടെ അനുകൂല സ്ഥിതി. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ആ ശത്രുദോഷം പറഞ്ഞപ്പോൾ ഈ കുടുംബത്തിലുള്ളവരുമായിട്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ കാരണം, ചിലരുടെ വാക്കുകൾ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില വാക്കുകളൊക്കെ കേട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കില്ല. അവൻ ശരിക്കും അത് ദോഷകരമാണ്, ഇവനത് ചെയ്താൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചിരി പുരട്ടി പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. കുടുംബക്കാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറയാൻ കാരണം, ശത്രുദോഷം ഏത് രീതിയിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ശത്രുദോഷം ഉണ്ടാകുന്ന കാലമാണ്. ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവരിൽ നിന്നുണ്ടാവില്ല. മാതാപിതാക്കളുടെ സഹായവും മറ്റും ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം മാതാപിതാക്കൾ ചിലപ്പോൾ എടുത്തു ചാടി അത് പറ്റില്ല, അത് ചെയ്യണ്ട എന്നൊക്കെ ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട് പറഞ്ഞെന്ന് വരും. അതൊരു വിരോധമോ വിദ്വേഷമോ ആയി മാറാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായ സ്ഥിതികൾ തന്നെ ആയിരിക്കും. ഇത് ഒരു പൊതുവായ ഫലമാണ്. ഈ വൃശ്ചികമാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ മേന്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കൂടാതെ ഇതൊരു മാസത്തെ ഫലമാണ്. ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായതാണ് ഒരു ദിവസത്തെ ഫലം. അതിനേക്കാൾ സൂക്ഷ്മമാക്കി ചെറിയ ഫലങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിവസവും ഇടുന്നുണ്ട്. ഇത് കുറേ കൂടെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ദിവസഫലവും കൂടെ കാണുന്നതിനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ. എല്ലാവർക്കും നമസ്തേ. നമ്മൾ കുംഭക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് നോക്കുന്നത്. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ളത്. അപ്പോൾ നമുക്ക് ഈ വൃശ്ചിക മാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. ആദിത്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ വൃശ്ചികൻ രാശിയിലും, രാഹു കുംഭൻ രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ്, സ്ഥിതിയാണ്. കൂടാതെ 4 ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട്. അത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് മാറുന്നത്. ബുധന് 2 തവണ ഈ വൃശ്ചിക മാസത്തിൽ രാശി മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫലനിരൂപണം നടത്തിയിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി നമുക്ക് ഒരു ദിവസത്തെ ഫലം പറയാൻ കഴിയും. അതിനേക്കാൾ സൂക്ഷ്മമായി ഒരു മണിക്കൂർ സമയത്തെ ഫലം പറയാൻ കഴിയും. അപ്പോൾ പ്രായോഗികമായി ഒരു മാസത്തെ ഫലം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. കൂടാതെ ഓരോ ദിവസവും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ള ദിവസഫലം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക. കാരണം അതാ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ആ ദിവസം എല്ലാ ദിവസവും പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം മുമ്പേ ഇടും അത്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ എന്നെ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് വരാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ നടത്താൻ വേണ്ടി അത് കഴിയും. അപ്പോൾ അതൊന്ന് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കമൻറ്റ്, ഷെയർ, ലൈക്ക് ഇത് 3 ചെയ്യുന്നവരുടെ ന്യൂസ് ഫീഡിലേക്ക് വരുന്നുള്ളൂ. പലരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ലൈക്ക് മാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കമൻറ്റ് മാത്രം ചെയ്യുന്നു പ്രയോജനമൊന്നുമില്ല, ഒരു സ്റ്റിക്കർ ഇടുന്നു പ്രയോജനമില്ല. 3 ചെയ്താലേ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരൂ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ, എല്ലാ ദിവസവും നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് വരണം എന്ന് താല്പര്യമുള്ളവർ
ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരാൻ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാലും കുറച്ചൊക്കെ കിട്ടും, അതും ചെയ്യുക. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇത് വീഡിയോ കിട്ടുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് ഓരോ കൂറുകാരുടെ ഫലങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യമേ നമ്മൾ കുംഭക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് ചിന്തിക്കുക. ഈ രാഹു കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അവരുടെ ജന്മരാശിയായിട്ട് വരും. ഈ കുംഭത്തിലെ രാഹു ചില വെല്ലുവിളികൾ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ പോലെ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ ഈ രാഹു കുംഭത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിൽ സംഭവിക്കാം. അപ്രതീക്ഷിതമായ ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിങ് നടത്താനും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുവാനുമൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. വിദേശ തൊഴിൽ മേഖല കണ്ടെത്താനൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് ഈ സമയം കഴിയും. വിദേശത്ത് തൊഴിൽ മേഖലയിൽ കണ്ടെത്താനുള്ള വിദേശ യാത്രയിലൂടെയുള്ള തൊഴിൽ രംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയുകയും അതിന് അവസരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഈ കർക്കിടകം ഇപ്പോൾ നിൽക്കുന്ന വ്യാഴം 6-ലാണ്. അത് 5-ാം ഭാവത്തിലേക്ക് മാറും. അത് ഭാഗ്യസ്ഥാനാണ്. ഇപ്പോൾ കാര്യം ഉച്ചത്തിലാണെങ്കിൽ 6 ദൈവാദിനം കുറയുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഈ ഡിസംബർ 5-ന് ശേഷം അത് മിഥുനത്തിലേക്ക് മാറുമ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലും ഈ വ്യാഴം അനുകൂലമാണെങ്കിൽ കുറച്ച് തുടർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് ഈ വ്യാഴം അനുകൂലമാണെങ്കിൽ, ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാക്കാൻ കഴിയും. അപ്രതീക്ഷിതമായ ചില ലാഭങ്ങൾ, മേന്മകൾ, മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടും. അപ്രതീക്ഷിതമായ ചില സഹായങ്ങളൊക്കെ പല കാര്യങ്ങളിലും കിട്ടും. കാരണം ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ജാതകത്തിലെ ലഗ്നാലും ചന്ദ്രാലും ഒക്കെ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഈ മാസം, ഈ വൃശ്ചിക മാസം വളരെ അനുകൂലമായ ഒരു മാസമായി തീരും. പക്ഷേ ഈ ചൊവ്വയുടെ ധനുവിലേക്കുള്ളൊരു മാറ്റമുണ്ട്. അത് 7-ാം തീയതിയാണ്, ഡിസംബർ 7-ാം തീയതിയാണ്. അത് ഏത് രംഗത്തും നിങ്ങൾക്ക് ശക്തമായ ഒരു മത്സരത്തെ ഉണ്ടാക്കിത്തരും. അതുപോലെ മത്സരത്തെ നേരിടേണ്ടതായി വരും. എന്ത് കാര്യങ്ങളിലും ഏത് കാര്യത്തിലും ഒരു ശക്തിയായ മത്സരത്തിലൂടെ മാത്രമേ തൊഴിൽ രംഗത്ത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. പക്ഷേ ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ മത്സരങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനും തൊഴിൽ മേഖലയിൽ കഴിയും. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടതായ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. ഗുണകരമായ അനുകൂലമായ സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യും. ഇനി സാമ്പത്തികമായ കാര്യങ്ങൾ. രാഹു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയം, നിവൃത്തി സ്ഥാനങ്ങളിൽ കേതു സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. എങ്ങനെയാണെങ്കിലും 10-ൽ ആദിത്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ ധനപരമായി ചില മാറ്റങ്ങളും അനുകൂല സ്ഥിതികളുമൊക്കെ ഉണ്ടെങ്കിലും നിക്ഷേപ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം. ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നവരുണ്ടല്ലോ, പല കമ്പനികളുടെയും ബോണ്ട് വാങ്ങുന്നവരൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ വേണ്ടതാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ധനം നിക്ഷേപിക്കാൻ. അതല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ, ധനപരമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചില അനിശ്ചിതത്വങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. വ്യാഴത്തിൻ്റെ മിഥുനിലേക്കുള്ള മാറ്റം സാമ്പത്തികമായ ഒരു വളർച്ചയ്ക്ക് അനുകൂലമാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് സ്വാഭാവികമായും നല്ലതാണ്. അത് ധനഭാവത്തിൻ്റെ കേന്ദ്രത്തിലാണ് വ്യാഴം എന്നുള്ളത് മേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം ജാതകത്തിലും കൂടെ അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായ കാര്യത്തിൽ ഒരു വളർച്ച, ഒരു മുന്നോട്ടുള്ളൊരു ഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഈ മാസം കഴിയും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെ കഴിയും.
അതേപോലെ ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുകയാണ്. ആ മാറ്റം 11ലേക്കാണ് 10ലേക്കാണ് വരുന്നത്. അത് ഗുണകരമാണ്. ചില നേട്ടങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകും, ചില സഹായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആഡംബര കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം കൊണ്ടുവന്നാൽ ഇവർ നന്നായിരിക്കും. ശുക്രൻ കുറച്ച് ആഡംബര പ്രിയത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ കുറച്ച് ആഡംബര പ്രിയത്വമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കുറച്ച് ചിലവൊക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. അതൊന്ന് നിയന്ത്രിക്കുന്നുവെങ്കിൽ സമ്പത്ത് രംഗം ഒരു സ്ഥിരതമായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടം അനുകൂലമല്ല. മാനസികമായ നല്ല സമ്മർദ്ദാവസ്ഥ, ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന സ്ഥിതി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അലർജി രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ, വായു സംബന്ധമായ, കർണ സംബന്ധമായ അസുഖങ്ങളൊക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാം. ഉദരം, വായുരോഗം, ഉദരം സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. ഇനി ദാമ്പത്യ കാര്യങ്ങൾ, പ്രണയം, ഈ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ, ആശയ വ്യത്യാസം മൂലമുള്ള ചില പ്രശ്നങ്ങൾ, അകന്നു നിൽക്കലുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയമാണ്. വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാഹുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചില കലഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കുടുംബകാര്യങ്ങളെ, ദാമ്പത്യ ജീവിതത്തെ കാണേണ്ട ഒരു മാസമാണ് ഈ വൃശ്ചികമാസം. അതേപോലെ പ്രണയ കാര്യങ്ങളിലും ചില നിയന്ത്രണങ്ങളൊക്കെ, അല്ലെങ്കിൽ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ, അതിനൊക്കെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചില അകൽച്ചകൾ, വിള്ളലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ മാസമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ദാമ്പത്യ കാര്യത്തെ കൈകാര്യം ചെയ്യണം, പ്രണയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. 5 വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ്. കാരണം 10ലും 11ലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബുധൻ. എങ്കിലും വൃശ്ചികമാണ്, ധനുവാണ്. അപ്പോൾ ഈ രാശിയിലുള്ള ഒരു കാര്യങ്ങൾ, പെട്ടെന്നുള്ളൊരു ദേഷ്യപ്പെടലുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റില്ല എന്നുള്ളൊരു തീരുമാനം, ഇങ്ങനെയുള്ള തീരുമാനം വിദ്യാഭ്യാസ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇനി ഈ കോഴ്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇനി വേറെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട് നിർത്തിപ്പോരുന്ന അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ കുംഭക്കൂർക്കുണ്ടാകാൻ കഴിയും. അതുകൊണ്ട് ഈ കുംഭക്കൂറുകാർ വിദ്യാഭ്യാസ കാര്യത്തിൽ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അവർക്ക് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള സമയമൊക്കെയാണ്. എങ്കിലും നിലവിലുള്ള സംഭവങ്ങളെ കളയാതെ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക. നിലവിലുള്ള പഠിത്തകാര്യത്തിൽ നിന്ന് നിർത്തി മറ്റൊന്നിലേക്ക് പോകാനുള്ളൊരു താല്പര്യം, ഒരു ത്വര ഉണ്ടാകും. അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിലുള്ളത് തുടർന്നുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വിനിയോഗിക്കുകയും അധിക ജ്ഞാനത്തെ, അധികമായ അറിവുകളെ നേടാനായിട്ട് ഈ സമയം വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുക. അത് നല്ലതാണ്. കുറച്ച് മനക്കരുത്തും മനഃശക്തിയുമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഗുണകരമായ വിദ്യാമേഖല തുറന്നു കിട്ടാൻ അനുയോജ്യമായ ഒരു മാസമായിരിക്കും വൃശ്ചിക മാസം. ഇനി മക്കളുടെ കാര്യത്തിൽ ഈ ഡിസംബർ 5 വരെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആരോഗ്യ കാര്യത്തിൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുടെ ജാതകമൊക്കെ ഈ കുറുകാരുടെ അനുകൂലമാണെങ്കിൽ പൊതുവെ മേന്മയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ആരോഗ്യ കാര്യത്തിൽ ഈ ഒരു ടൈം വരെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ മേന്മയുണ്ടാകും. പൊതുവെ മക്കളുടെ കാര്യത്തിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധമൊക്കെ അനുകൂലമാണ്. അത് കൂടുതൽ സുദൃഢമാകുന്നതിന് വേണ്ട ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടാകും.
ഇപ്പോൾ തന്നെ കാരകത്വ ഗ്രഹമൊക്കെ അനുകൂലമായ ഭാവത്തിൽ തന്നെയാണ്. ചന്ദ്രാൽ ഭാവവും അനുകൂലമായ സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് സുദൃഢമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. കലഹിച്ച് മാറി നിൽക്കുന്ന സഹോദര സ്ഥാനീയരൊക്കെ ആണെങ്കിൽ അവരെ ആ കലഹത്തിൽ നോക്കൊന്ന് മാറി ഒരു സുദൃഢമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഈ വൃശ്ചികമാസത്തിൽ ഉണ്ടായി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമായി വിനിയോഗിക്കുകയും വിരുദ്ധത അഥവാ ദ്വേഷം, വിദ്വേഷം ഇതൊക്കെ സ്വമേധയാ മനസ്സിൽ നിന്ന് കുംഭക്കൂറുകാർ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദര സ്ഥാനീയരൊക്കെ മക്കളൊക്കെ അനുകൂലമായ സ്ഥിതി വരും. ഇനി കുംഭക്കൂറുകാരുടെ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ ബുധൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മാറ്റം അത് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ചില ആശങ്കയും സംശയവുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് സുഹൃബന്ധങ്ങളിൽ കുറച്ച് ശ്രദ്ധ, കരുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അവരോടുള്ള ആശയവിനിമയങ്ങളിൽ ഒരു വ്യക്തത വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആശയവിനിമയങ്ങളാണ് നമ്മുടെ ശത്രുതയെയും മിത്രതയെയും കൂടുതൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗം, പ്രവൃത്തി ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ, വാക്കുകളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപാടുകൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ജാതകം കൂടെ ഒന്ന് പുതിയ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് സമയം അനുകൂലമാണെന്ന് നോക്കുന്നതായിരിക്കും. പൊതുവെ അതിനൊക്കെ അനുകൂലമായ സമയം തന്നെ ആണ്. ഇനി ശത്രുദോഷ സാധ്യത. രാഹുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി ശത്രുദോഷ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണ്, അഥവാ പ്രതിരോധം ശക്തമാക്കുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങൾക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത്, അതല്ലെങ്കിൽ പുതിയ തൊഴിൽ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ശത്രുതാപരമായ പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്നുണ്ടാക്കും. അങ്ങനെ നല്ലൊരു പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകും. അതിനെ മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ ഇടപെടലുകൾ, പെരുമാറ്റങ്ങളൊക്കെ പല മേഖലകളെയും കുംഭക്കൂറുകാരെ ബാധിക്കും. അതുകൊണ്ട് അത് ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പിതൃ സ്ഥാനീയരുടെ അനുകൂലാവസ്ഥ. പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ്. അവർക്ക് പൊതുവെ ഒരു അനുകൂലതയൊക്കെ ഉണ്ടാകും. അവരിൽ നിന്ന് സഹായ സഹകരണങ്ങളുണ്ടാവും. പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്ര ഭംഗിയായി മാതാപിതാക്കളുടെ സഹകരണം ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവേ പറഞ്ഞാൽ ഒരു ചില ആശങ്കകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞ് നിർത്താനും മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ശ്രദ്ധിച്ചാൽ വൃശ്ചികമാസം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ മാസം തന്നെ ആണ്. ഇതൊരു നിർദ്ദേശമായി എല്ലാവരും സ്വീകരിക്കുക. വ്യക്തിപരമായ ഫലമായിട്ട് കരുതരുത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി. നമസ്തേ. മീനക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള മീനക്കൂറുകാരുടെ ഫലം. നമുക്ക് ആദ്യമേ തന്നെ ഗ്രഹനില വൃശ്ചിക മാസം 1-ാം തീയതി ഒന്ന് നോക്കാം. ആദിത്യൻ, ചൊവ്വ, ബുധൻ എന്നിവർ വൃശ്ചികം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ഈ മാസം തന്നെ 4 ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഈ 4 ഗ്രഹങ്ങൾ രാശി മാറും. ഇതിൽ തന്നെ ബുധൻ 2 തവണ രാശി മാറും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാനായിട്ട്
മെസ്സേജ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരം നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ ലഭിക്കണം എന്നുള്ളവർ ചെയ്യുക. ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. മീനക്കൂറുകാരെന്ന് പറയുന്നത് പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രവുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ ജന്മശനി അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ജന്മശനി ഉണ്ടാക്കും. എങ്കിലും അത് ദീർഘകാലമായ പ്രവർത്തികൾക്ക് ആസൂത്രണം ചെയ്യുന്നതിനും ഉള്ള കരുത്തും ശക്തിയും നൽകും. ശനി എല്ലായ്പ്പോഴും ദോഷകരമൊന്നുമല്ല. ശനി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ജാതകങ്ങളുണ്ട്. ജാതകത്തിൽ ശനിയുടെ നില അനുകൂലമാണെങ്കിൽ അത് വളരെ ഗുണകരമായ സ്ഥിതിയായിരിക്കും ജാതകത്തിൽ ഉണ്ടാക്കുക. അല്ലാണ്ട് ശനി കടച്ച് ദോഷമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടെ ജന്മശനിയാണ്, അത് 7.5 ശനി കാലഘട്ടമാണ്. എങ്കിലും തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും നീണ്ട കാലയളവിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. വ്യാഴത്തിൻ്റെ ഒരു മാറ്റമുണ്ട് ഡിസംബർ 5-ന്. അത് കുറച്ചുകൂടെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ലാണ് വ്യാഴം എങ്കിൽ പോലും മിഥുനം രാശിയിലെ അത് കുറച്ച് നല്ലതാണ്. ആശയവിനിമയങ്ങളൊക്കെ കുറച്ചുകൂടെ ശക്തമാക്കുന്നതിനായിട്ട് കഴിയും. അതിലൂടെ ഒരു സുഹൃബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും അതിലൂടെ തൊഴിൽ മേഖലയെ വികസിപ്പിക്കുവാനുമൊക്കെ മീനക്കൂറുകാർക്ക് കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്. ഇപ്പോൾ 5-ൽ സഞ്ചരിച്ചിരിക്കുന്ന കാലമാണ് വ്യാഴം. അത് പൊതുവെ അനുകൂലമാണ്. പുതിയ ആശയവിനിമയങ്ങളും പുതിയ സങ്കല്പങ്ങളുമൊക്കെ ഉണ്ടാകാൻ അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ കൂടുതൽ സജീവമാകുവാനും കഴിയും. ചൊവ്വ ധനുരാശിയിലേക്ക് മാറുന്നുണ്ട് ഡിസംബർ 7-ാം തീയതി. അത് തൊഴിൽ രംഗത്ത് ചില മത്സരങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കർമ്മമണ്ഡലത്തിലേക്കാണ് മാറുന്നത്, കർമ്മ മേഖലയിലേക്കാണ് മാറുന്നത്. ചില മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത്, ധൈര്യം, വീര്യം, പരാക്രമമൊക്കെ ചൊവ്വയുടെ കാരകത്വമാണ്. അതുകൊണ്ട് ചൊവ്വ അതിന് ഒരു ധൈര്യവും എന്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നതിന് വേണ്ട ധൈര്യവും വീര്യവും പരാക്രമങ്ങളുമൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട്. അപ്പോൾ അതും തൊഴിൽ രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വളരെ സഹായകരമാണ്. പൊതുവെ നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ കുറച്ച് അനുകൂലമായ നേട്ടങ്ങൾ, മേന്മ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ധനപരമായ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിലെ മീനക്കൂറുകാർക്ക് അല്പം ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ തൻ്റെ തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായ നിയന്ത്രണം വളരെ അത്യാവശ്യമായ ഒരു മാസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസം. സാമ്പത്തിക കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ടതുണ്ട്. കാരണം ശനി മീനത്തിലാണ്. അത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയോ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ശനി അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കും. ജാതകത്തിലും കൂടെ അനുകൂലമാണെങ്കിൽ അപ്പോൾ സമ്പാദ്യ കാര്യത്തിൽ ഒരു മേന്മയുണ്ടാകാൻ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കാനുള്ളൊരു സാഹചര്യവും കൂടെ ജാതകത്തിലെ ശനിയുടെ അനുകൂലമായ ശനിയാണ് ഇതിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. അതിലെ വ്യാഴത്തിൻ്റെ ആ നിൽപ്പും പൊതുവെ സാമ്പത്തിക രംഗത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അസ്ഥിരമായ സാമ്പത്തികാവസ്ഥ ഈ മാസം ഉണ്ടാകാനാണ് സാധ്യത. സാമ്പത്തിക രംഗത്ത് ഒരു അസ്ഥിരത അനുഭവപ്പെടും. ചിലവ് കൂടുക, വരവുണ്ടെങ്കിലും അത് ചിലവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരിക, അത് അപ്രതീക്ഷിതമായ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക അല്ലെങ്കിൽ മാറേണ്ടി വരിക
തുടങ്ങിയ ചില അവസ്ഥകളൊക്കെ സാമ്പത്തിക കാര്യത്തിൽ വരും. എങ്കിലും പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ വലിയ ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം. ഇനി അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ മാനസികമായ സമ്മർദ്ദം കുറച്ച് നേരിടുന്ന ഒരു സമയമായിരിക്കും. മുടിക്ക് ഒക്കെ ചില പ്രശ്നങ്ങൾ ഒക്കെ, സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച തലമുടിക്കൊക്കെ ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ തലയോട്ടിക്ക് ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മുടികൊഴിച്ചിൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മാനസികമായ സമ്മർദ്ദം, മാനസികമായ അസ്വസ്ഥത, അങ്ങനെയൊക്കെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത്. അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. മാരട സംബന്ധമായ അസുഖങ്ങൾ, മസിൽസിനൊക്കെ, നെഞ്ചിൻ്റെയൊക്കെ മസിൽസിന് വേദന വരിക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത, മാരട സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ജാതകത്തിൽ അനുകൂലമല്ല ശനിയെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ രൂക്ഷമാകും. വാദസംബന്ധമായ അസുഖങ്ങളും അതേപോലെ ഉണ്ടാകുന്നുള്ളൊരു സാധ്യത, പിത്തരോഗങ്ങളൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ളൊരു സാധ്യത മീനക്കൂറുകാർക്കുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി ദാമ്പത്യ കാര്യങ്ങൾ, പ്രണയം. പൊതുവെ ദാമ്പത്യ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ഗുണകരമായ ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢതയും ശക്തിയും ഒക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. പിന്നെ ശനിയുടെ ഒരു അനുകൂലാവസ്ഥ ഇല്ലാത്ത ജാതകത്തിൽ ചിലപ്പോൾ ഒന്ന് പിണങ്ങി പിരിഞ്ഞ് മാറി നിൽക്കാനുള്ളൊരു സാധ്യതയെയും തള്ളിക്കളയാനാകില്ല. ചില കുറ്റപ്പെടുത്തലുകൾ, മോശമായി ജീവിത പങ്കാളിയോടുള്ള വാക്കുകൾ, ഇതൊക്കെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത മീനക്കൂറുകാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ മീനക്കൂറുകാർ തൻ്റെ കുടുംബത്തിൽ പാലിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ കുറച്ച് അനുകൂലാവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പ്രണയകാര്യങ്ങളിലും കുറച്ച് ദൃഢതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ശ്രദ്ധ, വാക്കുകളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ പ്രണയകാര്യങ്ങളിൽ കൊടുക്കുന്നതും നന്നായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങൾ പൊതുവെ ദോഷകരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് അധ്വാനം കൂടുതൽ വേണ്ടി വരും ഫലം അനുകൂലമാക്കാൻ വേണ്ടി. കഠിന അധ്വാനം വേണ്ടി വരും വിജയത്തിലെത്താൻ. ഈസിയായി ഈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണെന്ന് വിചാരിക്കരുത്. കഠിനമായ അധ്വാനവും പ്രയത്നവും ഉണ്ടായാൽ ഒരു പരിധി വരെ ഈ മാസം ഗുണകരമാക്കി മാറ്റാനായിട്ട് കഴിയും. ബുധൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നത്, ബുധൻ വിദ്യയുടെ കാരകത്വമാണ്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ചലനങ്ങൾ മനസ്സ് അസ്വസ്ഥമാക്കുവാനും വിദ്യാകാര്യങ്ങളിൽ ചില ചഞ്ചലാവസ്ഥ ഉണ്ടാകാനുമൊക്കെ ഇടവരുത്തും. എങ്കിലും വിദ്യാർത്ഥികൾ കൂടുതൽ തീവ്രമായി വിദ്യാകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, കുറച്ച് കൂടുതൽ കഠിനമായ പ്രയത്നിക്കുന്നുവെങ്കിൽ വിദ്യാകാര്യങ്ങൾ കുറച്ച് ഗുണകരമാണ്. പുതിയ കോഴ്സുകളൊക്കെ ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. ഷോർട്ട് ടൈം കോഴ്സുകൾക്കൊക്കെ ഇവർക്ക് അനുകൂലമായ സമയമാണ്. അധികം ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയൊക്കെ കൂടുതൽ ഗുണകരമാക്കുന്നതിനാവശ്യമായ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തന്നെ ചില അഡീഷണൽ വിദ്യാകാര്യങ്ങളൊക്കെ പ്രയോഗിക്കാൻ സമയമുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. അതിനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇനി മക്കൾ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. മക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ്.
ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള മക്കളുള്ളവർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠിത്ത കാര്യത്തിലും ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കണം. കാരണം ഈ ബുധൻ്റെ 2 മാസത്തെ മാറ്റം വിദ്യാർത്ഥികളിൽ 2 പ്രാവശ്യത്തെ മാറ്റം വിദ്യാർത്ഥികൾ ചില മാനസിക സഞ്ചാരാവസ്ഥ ഉണ്ടാക്കും വിദ്യാർത്ഥികളിൽ. അതുകൊണ്ട് അത് രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് അവർക്ക് വളരെ നല്ലതായിരിക്കും. ഇനി സഹോദര സ്ഥാനീയർ എങ്ങനെയാണെന്ന് നോക്കാം. സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം ക്ഷമ ആവശ്യമുള്ള ഒരു ഇതാണ്. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ക്ഷമ, തീവ്രത ഒക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. വാക്കുകളുടെ തീവ്രതയൊക്കെ വളരെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. പൊതുവെ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ, ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള രീതിയിൽ പെരുമാറ്റങ്ങളൊക്കെ സഹോദര സ്ഥാനീയരിൽ നിന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കലഹാവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും. സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല സുദൃഢമായ ബന്ധം സുഹൃത്തുക്കളുമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പുതിയ അനുകൂലമായ സുഹൃത്തുക്കളെ കണ്ടെത്താനും കഴിയും. എന്നാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് പരസ്പരം മീനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം വാക്കുകളുടെ കാരകത്വവും ബുധനാണ്. ബുധൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നൊരു ചേഞ്ച് വരുന്നുണ്ട്. കാര്യം അത് അനുകൂല രാശിയൊക്കെയാണ്. ബുധനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികൂലാവസ്ഥയൊന്നും ഇല്ല. എങ്കിൽ പോലും വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുന്നത് സുഹൃബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനായിട്ട് പൊതുവേ നല്ലതാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ എങ്കിലും ഈ സമയം അതൊന്ന് ശ്രദ്ധിക്കുന്നതും ഈ മാസം സുഹൃബന്ധങ്ങൾ നല്ലതാണ്. പലവിധ സഹായങ്ങൾ, പല കാര്യങ്ങളിലും പിന്തുണ ഒക്കെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളും പൊതുവെ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ലഭിക്കാനും അവർക്ക് സഹായ സഹകരണം ചെയ്യാനുമൊക്കെയുള്ള അവസരങ്ങളും മീനക്കൂറുകാർക്കുണ്ടാകും. പൊതുവെ ബന്ധുഗുണം ഉള്ള ഒരു സുഹൃത്ത് ഗുണങ്ങളുള്ള ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം. ഇനി ശത്രുദോഷം. ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. ജാതക നിലയിൽ ശനി അനുകൂലമല്ല എങ്കിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും. കുറച്ച് പ്രതിരോധം പല കാര്യങ്ങളിലും നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും ചില പ്രതിരോധമൊക്കെ ഉണ്ടാവും. മനസ്സിൽ അനാവശ്യമായ ആശങ്കകൾ ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്വസ്ഥത കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ മനസ്വസ്ഥത ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മനസ്സ് ഒന്ന് ശാന്തമാക്കി വയ്ക്കാൻ, എന്ത് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും എന്ന വിശ്വാസത്തോടെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. കാരണം ചൊവ്വയുടെ മാറ്റം ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ധൈര്യവും വീര്യവും പരാക്രമമൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ശത്രുദോഷത്തെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മനസ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ഇടപെടലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഒരു ജാഗ്രത. അവരുടെ എല്ലാ മേഖലകളിലും ശത്രുക്കൾ മൂലമുള്ള ഇടപെടലുകൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു ജാഗ്രത ശത്രുക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. ഇനി മാതാപിതാക്കളുടെ അനുകൂലാവസ്ഥ. പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കും ഇവർക്കുണ്ടാവുക. അവരിൽ നിന്ന് ധനപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുകളോ മറ്റോ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വരുന്നതിനുള്ള ഒരു യോഗമുണ്ട്. അതേപോലെ അവർ അത് നൽകുന്നതിനുള്ള ഒരു യോഗം മാതാപിതാക്കളിൽ നിന്നുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയുമൊക്കെ ഈ മീനക്കൂറുകാർക്ക് ഈ മാസം കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ഇവർക്ക്. പക്ഷെ പ്രത്യേകം പറയട്ടെ, ഇത് നിങ്ങളുടെ ജാതകഫലമല്ല. ജാതകത്തിലെ ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഈ ഗോചരഫലം പോലെ തന്നെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് പൊതുവെ ഇത് ഗുണകരമാണ് ഈ മാസം. പൊതുവെ എങ്കിൽ ജാതകത്തിലും ദോഷമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ജാതകത്തിലും ഗുണകരമാണെങ്കിൽ വളരെ നല്ല ഒരു മാസമായിട്ട് വൃശ്ചിക മാസത്തെ മീനക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം ശനി കരുത്ത് കാട്ടുന്ന ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. എന്ത് പ്രശ്നങ്ങളിൽ നിന്നും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള യോഗവും നിങ്ങൾക്കുണ്ട്. ഇതൊരു പൊതു ഫലമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.